ദിവസം നിങ്ങൾ എടുക്കാം. ഞാനേ പോക്കുവരവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നേ. അങ്ങോട്ട് ചൊല്ലി ഇപ്പം കിട്ടും. ഒക്കെ മൊബൈലിൽ കളിച്ച് കുത്തിരിക്കാൻ അരമണിക്കൂറായി ഞാൻ ഈ പേപ്പറായിട്ട് ഇവിടെ വന്നിട്ട്. എൻ്റെ പേപ്പറിലേക്ക് നോക്കാൻ ഈറ്റൊക്കെ സമയമില്ല. മൊബൈലിൽ കളിച്ച് കുത്തിരിക്കാം. സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സർക്കാർ ഓഫീസിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ചട്ടം ഉണ്ടല്ലോ. അങ്ങനെ നിയമമുണ്ടോ? പിന്നെ അതൊന്നും ഇവരെ അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അറിഞ്ഞിട്ട് ഇവരിങ്ങനെ ചെയ്യും. മുറുകിയ കളി എല്ലാവരും. നിങ്ങൾ അതും ചോദിക്കും. ഹലോ, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ബോധമല്ലേ ഒന്നിനും. മൊബൈലിൽ കളിക്കുക. ഹലോ, ഇതാണ് തഹസിൽദാർ. കാരണം ഒരു ഉമ്മാരി കളി കളിച്ചാൽ ബാക്കിയുള്ളവർ എന്ത് കളി കളിക്കും? നിങ്ങൾ ചോദിക്കുന്നത് ചോദിച്ചു. അതെ, ഈ സർക്കാർ ഓഫീസുകളിൽ ജോലി സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവുണ്ട്. അതറിയില്ലേ? അയ്യോ, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഉത്തരവുണ്ടോ? പിന്നെ എല്ലാ ഓഫീസിലായിട്ട് സർക്കുലർ വന്നിട്ടുണ്ടല്ലോ. എന്നൊരു കാര്യം ചെയ്യും, സർക്കുലർ വന്നതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് തെരഞ്ഞു നോക്കി എന്നിട്ട് വേഗം എടുത്ത് തരും. എനിക്ക് ഞാൻ കാണട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇവരൊന്നും ഇറ്റാലോ സർക്കുലർ ഒന്നും കണ്ടില്ല. നിങ്ങൾ നോക്കി നോക്കി കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്പോൾ നോക്കി ബോധിക്കോ? വായിച്ചു നോക്ക്. അയ്യോ, സത്യമായിട്ട് ഇങ്ങനൊരു സർക്കുലർ വന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോളെ. ഞാനേ ഒരു 1-2 ആഴ്ച ലീവായിരുന്നു. എന്താ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞാൻ എന്റെ പോക്കുവരവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാണ്. അതെയോ? ഓ, ഞാൻ ശരിയാക്കി ഇവിടെ വെക്കട്ടോളെ. നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. 2 ദിവസം അല്ലേ? അല്ലെ എന്റെ ആപ്ലിക്കേഷൻ മാറ്റി. ഞാൻ ആപ്ലിക്കേഷൻ മാറ്റി എഴുതാൻ വേണ്ടി പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞില്ലേ കടിച്ച് കീറാൻ നിൽക്കാം. പോരി അതൊക്കെ പഠിച്ചിട്ടൊന്നും ആത്മാർത്ഥ കാണിക്കട്ടോ ജോലി. അതെ, ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പറയാണ്. ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഞാൻ ഇത് വായിക്കാം. ഉണ്ണിയേ, എന്താണ്ടാ 24 മണിക്കൂറും ഫോണില്? ഈ ഞങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചായ മേടിച്ചിട്ട് വാ. നിക്കേ, ഇത് വായിച്ചിട്ട് പോ. എടാ, ഇത് കേട്ടിട്ട് പോ. അപ്പൊ എല്ലാരും ഒന്ന് ഇവിടെ നോക്ക്. വായിക്കട്ടെ. ഓഫീസ് പ്രവൃത്തി സമയത്ത് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മൊബൈൽ ഫോൺ മുഖേന വാട്സാപ്പിലും ഫേസ്ബുക്കിലും വ്യാപൃതരാകുന്നത് ഓഫീസിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രവൃത്തി സമയത്ത് മൊബൈൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. തങ്ങളുടെ കീഴിലെ ഉദ്യോഗസ്ഥർ ഈ നിയന്ത്രണം പാലിക്കുന്നുവെന്ന് ഓഫീസ് മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കണ്ടോ, എനിക്കാണ് കുഴപ്പം. അല്ല സാറേ, ഞങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നോക്കണമെന്നാ കുഴപ്പം. നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കണേ കൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ അത് ഓഫീസ് സമയത്ത് ഓഫീസിനകത്തിരുന്നിട്ട് നോക്കണ്ടെന്ന് വെച്ചാൽ മതി. ഫോൺ ചെയ്യണോ? നിങ്ങൾ പുറത്തേക്ക് പോക്കോ. സാറേ ഈ പേപ്പറൊന്ന് ശരിയാക്കിത്താ. ഓഫീസ് കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ വന്നപ്പോ ഓഫീസിൽ ആരുമില്ല. അപ്പൊ ഞങ്ങൾ ഓഫീസിലുള്ളപ്പോ അവിടെ വരണം. സാറേ സാറേ ഇതൊന്ന് ശരിയാക്കിത്താ. സാറേ സാധാരണ ഒന്ന് ശരിയാക്കിത്താ. ഞാൻ പറഞ്ഞു പിന്നെ അവനാ പിന്നെ എന്നോട് അത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. സാറേ ഇപ്പൊ ഇപ്പോഴൊന്ന് ശരിയാക്കി തന്നെ സാറേ. ഓഫീസിലേക്ക് പാടോ? ഓഫീസിൽ ആരും ഇല്ല സാറേ. സോറി, സാറേ ഓഫീസിൽ ആരും ഇല്ല സാറേ. അത് ഞാൻ ഇങ്ങോട്ട് വന്നു.